ഇതൊക്കെ അല്ലേ വരുന്നത്. ഒരു ട്രിപ്പ് വിട്ടാലോ എന്നൊരു പ്ലാൻ. ഒന്നും നോക്കിയില്ല, നമ്മുടെ അതേ വൈബിൾ ആസിഫിനെയും പൊക്കി അങ്ങോട്ട് ഇറങ്ങി. എവിടേക്കാ? മസ്കറ്റിലോട്ട്. ഇതേ എടുക്കുന്നത് ദുബായ് ഷാർജ ബ്ലോക്ക്. ഇതിന് യാതൊരു കുറവുമില്ല, വ്യത്യാസമില്ല. അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മൾ ഫുജേറ കൽബ ബോർഡറിലേക്ക് വെച്ച് വിട്ടു. ബാങ്ക് വിളിക്കാൻ സമയമായതുകൊണ്ട് ഏതെങ്കിലും സ്പോട്ടിൽ വണ്ടി നിർത്തണം. കിട്ടിയ സ്ഥലത്ത് വണ്ടി സൈഡാക്കി. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാം സെറ്റ്. സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ പറഞ്ഞതേ ഓർമ്മയുള്ളൂ. ഇവിടെ തുടങ്ങി അടി. നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളെല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് യാതൊരു കുഴപ്പമുണ്ടാവില്ല. ഞാനും ഒന്ന് നോമ്പ് തുറക്കട്ടെ. അൽഹംദുലില്ലാ ഹൈർ. അങ്ങനെ ഞങ്ങൾ ഒമാൻ മസ്കറ്റ് ബോർഡറിലെത്തി വിസ സ്റ്റാമ്പിങ്ങിനുള്ള പരിപാടികൾ തുടങ്ങി. അൽഹംദുലില്ലാ അതും കിട്ടി. വിസ അടിച്ചു, വിസ സ്റ്റാമ്പിങ് കഴിഞ്ഞു. ഓരോരുത്തരുടെ മുഖത്തുള്ള സന്തോഷം നോക്കി. പിന്നെ ഒന്നും നോക്കിയില്ല, വിശന്നിട്ട് വയ്യ. കിട്ടിയ ഹോട്ടൽ വണ്ടി സൈഡാക്കി കയറി. എന്താ ഓർഡർ ചെയ്യേണ്ടതെന്നുള്ള ചർച്ചയിലാണ് ആസിഫും മഷും. അതിനിടയ്ക്ക് ആസിഫിൻ്റെ കുറച്ച് തള്ളലുകളും. അതവിടെ നിൽക്കട്ടെ. അവസാനം അവരെന്തെല്ലോ കൊണ്ടുവന്നു, എന്തെല്ലോ പേരുകൾ. എല്ലാത്തിനും ഓരോന്ന് പുറത്തു നിന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്തു. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ആയിട്ട്. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ ഒമാൻ ബർക്കയിലെത്തി. പാത്തൂനും അജുനും ഒരു ചെറിയ സർപ്രൈസ് കൊടുത്തു. അവരാകെ ഞെട്ടിപ്പോയി. പാത്തുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ചെറിയൊരു ഗിഫ്റ്റും കൊടുത്തു നമ്മൾ. ചോദിച്ചു മേടിച്ചതാണെങ്കിൽ ഒരു താങ്ക് യു കിട്ടി. നമ്മളവിടെ നിന്ന് ഒരു ഫുഡ് അടിക്കാൻ മടങ്ങി. ഫുഡൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ, നല്ല വിശപ്പായിരുന്നു. അതും കഴിച്ച് നമ്മൾ അവിടെ നിന്ന് വീണ്ടും പിരിഞ്ഞു. വീണ്ടും യാത്രയായി. വീണ്ടും നേരെ മസ്കറ്റിലോട്ട്. സമയം ഏകദേശം 3:30 അടുത്ത സിസ്റ്റർ വീട്ടിലെത്തി. അവരെയും കുത്തിപ്പൊക്കി ഒരു സെൽഫി കൊടുത്ത് നമ്മൾ ഉറങ്ങാൻ പോകണ്ട. ഉറക്കം വരുന്നിട്ടാ. ഗുഡ് നൈറ്റ്.